നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നിയർ എ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടറിന്റെ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. ഇതാ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് എ കറന്റ് ഐ. ഓക്കെ, ഇതിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്തായിരുന്നു അല്ലേ. അപ്പോൾ ഡി ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന്റെ പേരാണ് പി. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ ഒരു എസ്സേ ആയിട്ട് ഞാൻ പഠിപ്പിച്ചല്ലേ. അതിപ്പോൾ വളരെ ഈസി ആയിട്ട് 2-3 സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നു. ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാം. ഇതാണ്ടേ നമ്മുടെ ഈ കമ്പിയാണ് ഈ കമ്പി. അപ്പോൾ ഇതാണ് കമ്പി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കമ്പിയിൽ കറണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? മേലോട്ടാണ്. അപ്പോൾ കമ്പിയിൽ കറണ്ട് പോകുന്നത് മേലോട്ടാണ്. ഓക്കെ, ഇപ്പോൾ കമ്പിയിൽ കറണ്ട് പോകുന്നു. ഇപ്പോൾ ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയണം. അപ്പോൾ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ ഇതിനെ പിടിക്കുക, തമ്പ് ഇൻഡിക്കേറ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓക്കെ, ബാക്കി ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടതാണ്. ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ. അപ്പോൾ ബാക്കി ഫിംഗേഴ്സ് ഇങ്ങനെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ കമ്പിയുടെ ഏത് ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് പിടിക്കുന്നു, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയാണ് വേണ്ടത്. അവിടെ എങ്ങനെയാണെന്ന് നോക്കുക. അവിടെ ഒരു ടാൻജന്റ് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ കാണിക്കുന്നു, അവിടെ ടാൻജന്റ് വരയ്ക്കുക, അങ്ങോട്ടെന്നല്ലേ കിട്ടുക. അപ്പോൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, ഇൻഡുയിറ്റ് ആണ്. അപ്പം ഞാൻ ഇവിടെ ഒരു ഇൻഡു വരച്ചു. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് ഐ. ഇതിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, ഇൻഡുയിറ്റ് ആണ്. കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് തിയറമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം ഞാനിത് ഒന്നുകൂടെ കാണിക്കുന്നു, ശ്രദ്ധിച്ചിരിക്കുക. ദാ ഈ പോയിന്റിനെ കണ്ടോ? ഈ പോയിന്റ് എത്ര ദൂരെയാണ്? ഡി ഡിസ്റ്റൻസിലാണ്. അപ്പം ഈ പോയിന്റ് വരത്തക്ക രീതിയിൽ ഞാനൊരു ക്ലോസ്ഡ് പാത്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ദാ ഒരു ക്ലോസ്ഡ് പാത്ത് ഞാൻ എടുത്തു. കണ്ടോ നിങ്ങൾ? അപ്പോൾ ഈ ക്ലോസ്ഡ് പാത്തിന് സർക്കുലാർ ഷേപ്പാണ്. അപ്പോൾ ഇവിടുത്തെ ആംബീരിയൻ ലൂപ്പാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആംബീരിയൻ ലൂപ്പിന് സർക്കുലാർ ഷേപ്പാണ്. അതിൻ്റെ റേഡിയസ് ഡി ആണ് അല്ലേ. അപ്പം ഞാൻ അതിനെ കാണിക്കാം. ദാ ഇതാണ് നമ്മുടെ കമ്പി. ഈ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇതായത്. കണ്ടോ? ഇപ്പോൾ പോയിന്റ് പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് നോക്കൂ. അങ്ങോട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിന്റെ പ്ലെയിനിലേക്ക് ഇൻഡുയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് പി ഇത് കണ്ടോ? ഇത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ്. കണ്ടല്ലോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, അങ്ങോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു കൊച്ചു എലിമെന്റ് എടുക്കുക. ഞാൻ എടുത്ത ആംബീരിയൻ ലൂപ്പാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ? ആംബീരിയൻ ലൂപ്പിനെ നിങ്ങൾ കണ്ടല്ലോ. ഈ ആംബീരിയൻ ലൂപ്പിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആംബീരിയൻ ലൂപ്പിന്റെ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആംബീരിയൻ ലൂപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിന്റെ പ്ലെയിൻ ഇതല്ലേ. അപ്പോൾ ഇതാണ് അതിന്റെ പ്ലെയിൻ. അപ്പോൾ ആംബീരിയൻ ലൂപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ അല്ലേ നമ്മുടെ കണ്ടക്ടർ. അപ്പോൾ നമ്മുടെ കണ്ടക്ടർ ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി കാര്യങ്ങൾ പറയണം. ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടല്ലേ. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അവിടെ ഒരു കൊച്ചു എലിമെന്റ് എടുക്കുന്നു ഞാൻ. ആ എലിമെന്റിന്റെ ഡയറക്ഷനും അങ്ങോട്ടാണെന്ന് എടുക്കുന്നു. അപ്പോൾ ബീം അങ്ങോട്ടാണ്, ക്യാപിറ്റൽ ബീം അങ്ങോട്ടാണ്. അവിടെ എടുക്കുന്ന എലിമെന്റിന്റെ ലെങ്തും അങ്ങോട്ടാണ്. അപ്പോൾ എലിമെന്റിനെ ഞാനൊരു വെക്ടറായിട്ട് എടുത്തു. അപ്പോൾ ബിയും ഡി എല്ലും ഇവിടെ അങ്ങോട്ടാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബിയും ഡി എല്ലും അങ്ങോട്ടാണെങ്കിൽ ബി വെക്ടറിനും ഡി എൽ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 0. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയൂ. ഞാൻ ഇവിടെ എഴുതാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ്. ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാ? 0 ആണ്. അപ്പൊ ബി ഡോട്ട് ഡി എൽ എന്തായിട്ട് മാറും? ബി ഡി എൽ കോസ് തീറ്റ എന്നാണ്. അതെന്തായിട്ട് മാറും? ബി ഡി എൽ കോസ് 0 ആയിട്ട് മാറും. അപ്പൊ ബി ഡി എൽ ആയിട്ട് മാറും. അപ്പൊ ബി ഡോട്ട് ഡി എൽ എന്തായിട്ട് മാറും? ബി ഡി എൽ ആയിട്ട് മാറും. അപ്പൊ ബി ഡി എൽ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ്. ഇനി നിങ്ങൾ തന്നെ പറയണം,
നമ്മുടെ പോയിന്റ് പി ഈ കമ്പിയിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റ് പി ഇവിടെ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഇവിടെ എവിടെ എടുത്താലും ഡി ഡിസ്റ്റൻസിൽ എവിടെ വേണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ അവിടെ എവിടെ എടുത്താലും ബിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പൊ ബി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ബി പുറത്തെടുക്കുക, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ബാക്കി ഇന്റഗ്രൽ ഡി എൽ ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ്. ദെൻ ബി അതുപോലെ എഴുതി. ഈ കുഞ്ഞെലിമെന്റ് ആയ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈ സർക്കിളിന്റെ പെരിമീറ്റർ കിട്ടും. സർക്കിളിന്റെ പെരിമീറ്റർ 2πr അല്ലേ? ഇവിടെ സർക്കിളിന്റെ റേഡിയസ് ഡി ആവുകൊണ്ട് പെരിമീറ്റർ 2πd എന്ന് കിട്ടൂലേ? മനസ്സിലാവാത്തവർക്ക് വേണ്ടി ബി തന്നെ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, ഈ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആ സർക്കിളിന്റെ പെരിമീറ്റർ കിട്ടും. സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ഇവിടെ ഡി ആണ് റേഡിയസ്. അപ്പൊ പെരിമീറ്റർ 2πd എന്ന് കിട്ടും. അപ്പൊ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 2πd എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഇവിടുത്തെ ടോട്ടൽ കറണ്ട് ഇൻസൈഡ് ദിസ് ലൂപ്പ്. ഈ ലൂപ്പിനെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ലൂപ്പിന്റെ അകത്ത് ആകെപ്പാടെ നിങ്ങൾ കാണുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ അല്ലേ? അപ്പൊ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ മാത്രമാണ്. ഇതിനകത്തുനിന്ന് ബി കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ബി? μ0 I by 2πd എന്നല്ലേ? നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ട ഇക്വേഷൻ ആണ്. പണ്ട് നമ്മൾ പഠിച്ച് കട്ടയും പടവും അടങ്ങിയ ഇക്വേഷൻ ആണ്. ഒരു വലിയ എസ്സേ ബോർഡ് നിറച്ചെഴുതി ഫൈനൽ ആൻസർ ആണ് ഈ കിട്ടിയത് അല്ലേ? ഇപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് കിട്ടിയത് കണ്ടോ? അപ്പൊ ആംബിയർ സർക്യൂട്ടൽ തിയറം പുലി തന്നെ അല്ലേ? അപ്പൊ ആംബിയർ സർക്യൂട്ടൽ തിയറം ഒരു ഷോർട്ട് കട്ടാണ്. പ്രയാസം തോന്നിയോ? നമ്മൾ എത്ര സ്റ്റെപ്പ് എഴുതി? ഇത് ഒറിജിനൽ സ്റ്റെപ്പ്. ഇനി ആകെപ്പാടെ 4 സ്റ്റെപ്പിൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ സിമ്പിൾ സാധനം തന്നെ ആംബിയർ സർക്യൂട്ടൽ തിയറം. അപ്പോൾ ഇറ്റ് ഈസ് എ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ പറയുന്നു. സോ ലിസൺ ഹിയർ. So how can you apply Ampere's circuital theorem to find the magnetic field near a current carrying conductor? So you consider a current carrying conductor carrying a current I. P is a point at a distance d from it. We want to find the magnetic field at P. So what shall we do? See, at P, so including P, we consider a closed path. It is called Amperian loop. It is a circle of radius small d. At P, magnetic field, the angle between magnetic field and a small element dl will be 0. By Ampere's circuital theorem, closed integral B dot dl is equal to μ0 times total current. Here angle between B and dl is 0. So B dot dl becomes B dl, okay, is equal to μ0 times total current. Then you can select a point P anywhere at a distance d from the wire. So the magnitude of magnetic field will be constant. So B is a constant. So being a constant, it is kept out. Then integral dl is equal to μ0 into sigma I. B into, on integrating dl, you can get the perimeter of the circle. Perimeter of the circle is 2πr, but the radius here is d, so the perimeter will be 2πd, no problem. So B into integral dl is 2πd equal to μ0 sigma I. So sigma I means current inside the loop. What is the current inside the loop? Current inside the loop is I. So instead of sigma I am writing I. So B equal to μ0 I by 2πd. This is a magnetic field at the point P. Definitely it will be perpendicular to the plane of board into it in this case. Am I right? So shall I start from the beginning? So what is the question? The question will be an essay. State Ampere's circuital theorem. Write it mathematically, apply it to find the magnetic field near an infinitely long straight conductor carrying current. So you consider a current carrying conductor. The current in the conductor is I. P is a point at a distance d from it. We want to find the magnetic field at P. Then for that we use Ampere's circuital theorem. So including P, we consider a closed path. Then it is a circle of radius small d. It is an Amperian loop. At a point P, the angle between magnetic field B and a small element dl will be 0. Then by Ampere's circuital theorem, closed integral B dot dl equal to μ0 times total current. Then angle between B and dl is 0. So B dot dl becomes B dl. Then is equal to μ0 times sigma I. Then
point P is at a distance D. We can select point B anywhere on the circumference of the circle. Capital B will be a constant then. Then being a constant, it is taken out. Then integral dl is equal to mu 0 into sigma I. Then on integrating dl, you can get the perimeter of the circle. What is the perimeter of the circle? It is 2 pi r. Here the radius is d, so perimeter will be 2 pi d. So b into 2 pi d equal to mu 0 into, what is sigma I? Sigma I means current inside the loop. What is the current inside the loop? Current inside the loop is I. So I, then you can calculate B. So B equal to mu 0 I by 2 pi d. Am I right? So this is a magnetic field at the point P. Is it clear to you? ഇനി അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം.